എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ശനിയാഴ്ച, ഈ ആഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒന്നുകൂടി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച ദൈവം നമുക്ക് നല്ലവനായിരുന്നല്ലോ. വിശ്വസ്തനായ ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തി ദിവസങ്ങളിലും കൂടിയിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ദൈവം നമുക്ക് ഇനിയും അവസരങ്ങൾ വെച്ചിട്ടുണ്ട്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചകളിലെല്ലാം വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കും. ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം മറുപടി കാണാനുള്ള ദിവസങ്ങളാണ് നമ്മുടെ ഭാവി കാലങ്ങൾ. കരയാനൊരു കാലമുണ്ടായെങ്കിൽ വിഷമിക്കണ്ട, ചിരിക്കാനുള്ള കാലം വരുന്നേ ഉള്ളൂ. വിതച്ചത് ഒരു കാലമാണെങ്കിൽ ആരും ഭാരപ്പെടണ്ട. ആ വിതച്ചത് അത് കണ്ണുനീരോടെയാണ് വിതച്ചതെങ്കിൽ ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൽ ധൈര്യപ്പെടുക. ആരുടെ ഉള്ളം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ആരുടെ ഹൃദയം തകർന്നു പോകാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ ക്ഷീണിപ്പിക്കരുത്. നിങ്ങളെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. വിശ്വാസം പറയണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, നന്ദി ദൈവത്തിന് പറയണം. ഇതൊക്കെ ചെയ്യുന്നവർ സ്വന്തം ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 30-ാം വാക്യത്തിൽ 20-30 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതാണ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. വിപരീത ഉപദേശം പറയുന്ന കൊടിയ ചെന്നായ്ക്കൾ അവരുടെ പിന്നാലെ വലിച്ചു കളയും. അതായത് ചെന്നായുടെ ജോലി ചെന്നായ കൊണ്ടുപോകണം. ചെന്നായ്ക്ക് ഈ ആടിനെ വേണം. ചെന്നായ്ക്ക് ഈ ആടിനെ നിലനിർത്തണമെന്ന് താല്പര്യമില്ല. ചെന്നായ്ക്ക് ഈ ആടിന്റെ ജീവനോട് വലിയ താല്പര്യമില്ല. ചെന്നായുടെ താല്പര്യം തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുക. ഒരു ശരിയായ ദൈവദാസന്റെ പ്രത്യേകത സഭയെ നിലനിർത്തും. ഒരു ദൈവദാസൻ ഒരു സഭയെ കെട്ടുമണി ചെയ്യും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും എന്നാണ് കർത്താവിന്റെ ദാസന്മാരെ കുറിച്ച് പൗലോസ് എടുത്തു പറഞ്ഞത്. വളരുമാറാക്കുന്ന ദൈവമാണ്. അപ്പോൾ വളരുക, സഭ എണ്ണത്തിൽ വളരുക, വർദ്ധിച്ച് പെരുകുക. ആട്ടിൻകൂട്ടം വർദ്ധിച്ച് പെരുകണം. അതിനെ 4ആയിട്ട് വിഭജിച്ച് ഓരോ ഉപദേഷ്ടാക്കന്മാരും ഓരോ കൂട്ടത്തെ വലിച്ചുകൊണ്ട് പോകുന്നത് അത് ഭിന്നതയുടെ ആത്മാവാണ്. ഇവിടെ പൗലോസ് പറയാണ്, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. ദൈവിക വെളിപ്പാടില്ലാത്ത ഉപദേശങ്ങൾ, ആ ഉപദേശത്തെ വിവേചിക്കുവാൻ എങ്ങനെ കഴിയും? ഏതാണ് ശരിയായ ഉപദേശം? നിങ്ങൾ വേദപുസ്തകം വായിക്കുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഉപദേശം ദൈവത്തിൽ നിന്ന് അറിയാൻ എന്താണ് പാസ്റ്ററെ, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഉപദേശം ദൈവത്തിൽ നിന്നാണെങ്കിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. വചനം കേട്ട് അവർ സന്തോഷിച്ചെന്ന്, ധ്യാനിച്ച് രാപ്പകൽ സന്തോഷിക്കുന്നവൻ അനുഗ്രഹീതനെന്ന്. വചനത്തിൽ സന്തോഷിക്കാൻ കഴിയും. വചനം കേൾക്കുമ്പോൾ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ അത് ദൈവികമല്ല. വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. മാത്രമല്ല, തീർന്നു പോകല്ലേ. അയ്യോ, ഈ പ്രസംഗം 1 മണിക്കൂർ കൂടി മുന്നോട്ട് പോയെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. മാത്രമല്ല, പ്രസംഗത്തിന്റെ ഇടയിൽ വാച്ചിൽ നോക്കിയപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. അത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ അറിയാം? 5 മിനിറ്റ് പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഭയങ്കര അസ്വസ്ഥത. അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ മണിക്കൂറുകൾ ഇരുന്നാലും നാം അതിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കും.
ആത്മനദിയിലാണത്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ കർത്താവാണ് അവിടെ വെളിപ്പെടുന്നത്. ഇന്ന് പലരും കർത്താവിനേക്കാൾ കൂടുതൽ പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പിശാചാണ് അവിടെ കൂടുതൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആ പ്രസംഗങ്ങൾക്ക് ജീവനില്ല. ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും പാപബോധം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അനുതപിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. അല്ല, വെറുതെ കുറെ പേടിയാണ് ഉണ്ടാകുന്നത്, അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ദൈവവചന ശുശ്രൂഷകളെയും കൂട്ടായ്മകളെയും വിവേചിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത, ദൈവമായിട്ട് കണക്റ്റ് ആകുന്നില്ല, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും, അത് പരിശുദ്ധാത്മാവല്ല എന്നുള്ളതിൻ്റെ, ദൈവവചനമല്ല, ദൈവത്തിൽ നിന്നല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ അങ്ങനെയുള്ള ഉപദേശം കൊണ്ടുവരുന്നവരെ, അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്ന് എഫെസോസ് സഭയിലെ മൂപ്പന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, എഴുന്നേൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നിരിപ്പിൻ. ഞാൻ 3 വർഷം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. വെറുതെ അല്ല പഠിപ്പിച്ചത്, രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, കണ്ണുനീരോടെ വിതച്ചതാണ്. അത് നിങ്ങൾ ഓർക്കണം. അതിന് വിരോധമായി വരുന്ന ഉപദേശങ്ങൾ, പ്രാർത്ഥിക്കുകയും വേണ്ട, ദൈവസാന്നിധ്യവുമായിട്ട് ബന്ധമൊന്നും വേണ്ട, വെറുതെ പഠിച്ച കുറെ അറിവുകൾ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ ഭയങ്കര അറിവോടെ സംസാരിക്കുന്നവരുണ്ട്. ആ അറിവുകളൊന്നും പ്രയോജനപ്പെടില്ല. ദൈവവചനം സാക്ഷാൽ വചനമായി നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കണം. തൃക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളായി പ്രാപിച്ചെടുക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ ഇന്ന് ഏത് വചനം കൊടുക്കണം? യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അന്നന്ന് വേണ്ട ആഹാരം തരണമേ, ഓരോ ദിവസത്തേക്കും വേണ്ട വചനം, ജീവൻ നാം കർത്താവിനോട് ചോദിക്കണം. ആ ശമര്യക്കാരിയോട് യേശു സംസാരിച്ചപ്പോൾ അവളുടെ ദാഹം മാറി. അവളെ പാത്രം വെച്ചേച്ചു പോയെന്ന്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നവളാണ്. അവൾ വെള്ളം കോരിയില്ല, പാത്രം അവിടെ വെച്ചിട്ട് പോയെന്ന് അവർ. അതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, അവൾക്ക് ദാഹിച്ചില്ല, അതാണ് പാത്രം അവിടെ വെച്ചേച്ചു പോയി. 2, പാത്രം എടുക്കാൻ മറന്നുപോയി, അതുപോലത്തെ ഒരു സന്തോഷം അവൾക്കുണ്ടായി. 3, തിരിച്ചു വരാൻ അവൾ പദ്ധതി ഇട്ടിട്ടാ പോയത്. അതുകൊണ്ട്, കാരണം പാത്രം അവിടെ ഉണ്ടല്ലോ, തിരിച്ചു വരാൻ പദ്ധതി ഇട്ടിട്ടാണ് അവൾ ഓടിപ്പോയത്. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ഈ ഒരു തിരിച്ചു വരാനുള്ള ഒരു ആനന്ദമുണ്ട്. കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച വചനം നമ്മുടെ വിശപ്പ് മാറ്റും, നമ്മുടെ ദാഹം മാറ്റും, നമ്മുടെ ജീവിതത്തിൽ ഭാരം എടുത്തു മാറ്റും. ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരം കൂടുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യമില്ല. നിങ്ങളുടെ ഭാരം വിട്ടൊഴിഞ്ഞു മാറി ഭയങ്കര സന്തോഷം, എങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അവിടെ ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 വർഷം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അടുത്തത്, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. നിങ്ങളെ ആത്മീക വർധനവിലേക്ക് കൊണ്ടുവരുന്നതാണ് കർത്താവിൻ്റെ വചനം. ആത്മീകമായി വർധനവില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. ആത്മീക വർധന ഉണ്ടാകും. ഒരു സഭയിൽ വന്നാൽ ആത്മീക വർധന ഉണ്ടാകും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വയമായിട്ട് ആത്മീക വർധന ഉണ്ടാകും. എന്നാൽ സഭയിൽ ഒരാൾ വരുമ്പോൾ പ്രവചിക്കുന്നവരുണ്ടെങ്കിൽ സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകും.
1 കൊരിന്ത്യർ 14 ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാം. ആത്മീക വർധനവിന് വേണ്ടിയാണ് സഭ. സഭയിൽ വരുമ്പോൾ ആത്മീകമായി നാം ശുഭമായി തീരും. അതുകൊണ്ടാണ് 3 യോഹന്നാൻ 2 പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സുഖവും ശുഭവുമായിരിക്കണം. അപ്പോൾ ആത്മാവ് പവർഫുള്ളാകും, ശക്തിയുള്ളതാകും, കൃപയുള്ളതാകും, ബലമുള്ളതാകും, ജ്ഞാനമുള്ളതാകും, തീരുമാനശേഷിയുള്ളതാകും. മനസ്സിനെ ശരീരത്തെയും കൂടി വലിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി ആത്മാവ് എന്ന നമ്മുടെ പ്രധാന അടിസ്ഥാന ഘടകത്തിനുണ്ടാകണം. നാം ആത്മാവാണ്. നാം ആത്മാവിൽ ബലപ്പെട്ടവരല്ലെങ്കിൽ മനസ്സ് നമ്മെ വലിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, ജഡം നമ്മെ വലിച്ചുകൊണ്ട് പോകും. എന്നാൽ ആത്മാവായിരിക്കണം മനസ്സിനെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ആത്മീക ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ജഡമല്ല, മനസ്സല്ല. എന്നാൽ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കണം. അതിൻ്റെ പേരാണ് ഇന്ദ്രിയ ജയം. ആത്മാവിൻ്റെ ഫലത്തിൽ 9 ഫലങ്ങളിൽ ഒരു ഫലത്തെ കൊടുത്തിരിക്കുന്നു, ഇന്ദ്രിയ ജയം. നമുക്ക് നമ്മെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ദേഷ്യത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ പെരുമാറ്റത്തെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മെ നാം പിടിച്ചടക്കിയാൽ ലോകത്തെ പിടിച്ചടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. നമുക്ക് നമ്മെ പിടിച്ചടക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ആത്മീക വർധനവ് പൗലോസ് സഭയ്ക്ക് കൊടുത്തത് ആത്മീക വർധനവാണ്. ഉണർന്നിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവസഭയെ കാക്കുന്ന, ഉണർവിൽ സഭയെ നിലനിർത്തുന്ന പൗലോസിനെ പോലെയുള്ളവർ എഴുന്നേറ്റ് വരണം. ആത്മീക വർധന കൊണ്ടുവരുന്നവർ എഴുന്നേൽക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആത്മീക വർധനവിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ ഞാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഇനി നിങ്ങളുടെ മുഖം ഞാൻ കാണില്ലെന്ന് ഞാൻ അറിയുന്നു. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, നിങ്ങളാണ്. എനിക്ക് പ്രയോജനപ്പെടുന്നതെല്ലാം തരാൻ എൻ്റെ പരിശ്രമം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഞാൻ പോയ ശേഷം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കണം. അങ്ങനെയുള്ളതിനെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ഇടയിൽ ചെന്നായി കടക്കാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങൾ ഉണർന്നിരിക്കണം. ദൈവവചനം ഓർത്തുകൊള്ളണം. ആത്മീകമായി വർദ്ധിച്ചിരിക്കണം. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം ദൈവസഭയെ ബലപ്പെടുത്തുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാവരും അവരവരുടെ ആത്മീക ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാൻ കൂടുതൽ ശ്രമമുള്ളവരായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നീ കേട്ട ദൈവവചനങ്ങളുടെ സത്യങ്ങളിലേക്ക് ഓരോരുത്തരും കയറി വരട്ടെ. അവരുടെ ആത്മീക ജീവിതം പുഷ്ടിയുള്ളതാണ്. അവരുടെ കൃപ വർദ്ധിച്ചു വരട്ടെ. അവരുടെ സമാധാനം വർദ്ധിച്ചു വരട്ടെ. അവരുടെ ശക്തി വർദ്ധിച്ചു വരട്ടെ. അവരുടെ സന്തോഷം വർദ്ധിച്ചു വരട്ടെ. അവരുടെ സമാധാനം വർദ്ധിച്ചു വരട്ടെ. പിശാചിന് കയറാൻ കഴിയാത്ത ഉണർവിൻ്റെ കൂട്ടമായി ഈ കുടുംബങ്ങൾ തീരട്ടെ, ഈ ഭവനങ്ങൾ തീരട്ടെ, ഈ സഭകൾ തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഏതു സമയത്തും പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന്, ദൈവവചനത്തിൽ ഉണർന്നിരുന്ന് നമുക്ക് മുന്നേറാൻ കർത്താവ് കൃപ തരട്ടെ. നാളെ ഞായറാഴ്ച 8 മണിക്ക് നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് സഭായോഗമുണ്ട്. കടന്നു വരാൻ താല്പര്യമുള്ളവരെല്ലാം വരിക. നമുക്ക് ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. ഗോഡ് ബ്ലസ് യു.